ഞാനുള്ളത് ബാംഗ്ലൂരിലെ വണ്ടർലയിലാണ് ഗായ്സ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. ഹേയ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരുള്ള വണ്ടർലയിലാണ് ഗൈസ്. ഇതെന്താണ് ഇത്ര എക്സൈറ്റ്മെന്റ് എന്നറിയോ? കാരണം ഞാൻ അത്രക്കും ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഏതെങ്കിലും ഒരു വണ്ടർലയിൽ പോകണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. നമുക്ക് നമ്മളെ റൂമിൽ നിന്ന് ഒരു 1 ഹവറിന്റെ ജേണി ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്കൂട്ടി എടുത്തിട്ടാണ് വന്നത്. ഏച്ചി ഒരു സ്കൂട്ടിയിൽ, ഞാനും ശ്രീ ഒരു സ്കൂട്ടിയിൽ. കയറി നേരത്തെ തന്നെ ഒരു മിറർ ഉണ്ടായിരുന്നു. അങ്ങനെ ആടുന്ന് ആദ്യത്തെ എൻ്റെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു ഗൈസ്. ഇനി എന്താ ഇത്രക്കും വണ്ടർലയിനോട് ഒരു ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആകെ കൊണ്ടുപോകുന്നത് വിസ്മയ സാധു ഒരു 5 പ്രാവശ്യമെങ്കിലും വിസ്മയിൽ ഞാൻ പോയിട്ടുണ്ടാവും. ഞാൻ ഈ പറയുന്നത് കണ്ണൂരിൽ പഠിച്ച ആൾക്കാർക്ക് റിലേറ്റഡ് ആവാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും ഗൈസ്. ഞങ്ങളെ ആടെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. പിന്നെ ഒരു 10ാം ക്ലാസ്സിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ടൂറ് പ്രതീക്ഷിച്ചത്. നോക്കുമ്പോൾ ഞങ്ങൾ ആ സ്കൂളിലെ ഏറ്റവും തല്ലിപ്പൊളി ബാച്ചായിരുന്നു ഗൈസ്. എല്ലാ കുർത്തം കെട്ടിയും ഒരു ക്ലാസ്സിൽ ഒന്നിച്ചിട്ട പോലത്തെ ഒരു ബാച്ചായിരുന്നു ഞങ്ങളത്. ഞങ്ങളെ കൊണ്ടുപോകാൻ സാറുമാർക്ക് ടീച്ചർമാർക്ക് ധൈര്യം ഇല്ലാത്തത് കൊണ്ട് അവർ നമ്മളെ കൊണ്ടുപോയത് ബേക്കൽ ഫോർട്ടിലേക്കാണ്. തീർന്നില്ലേ, ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ടൂറാടെ തീർന്നില്ലേ? പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ തളർന്നിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഒരു 1 ഡേ ടൂർ തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിന്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ വണ്ടർലത്തെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞതാണ്. +2ന്റെ ടൂർ ഇതിനേക്കാളും വലിയ കോമഡിയാനും. അത് ഞാൻ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ പറയാം. എൻട്രിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വണ്ടർല ബോയിനെ കാണാൻ പറ്റും ഗൈസ്. പിന്നെ നമ്മൾ അവിടെ പോയി 2-3 ഫോട്ടോകൾ എടുത്തു. സാവി 6 കൈ കാണിച്ചാലും പോകുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് അവർ കൈ വിളിച്ചപ്പോൾ തന്നെ പോയി. അല്ല ഇതിപ്പോൾ നമ്മൾ വണ്ടർലയിൽ എത്തിയെന്ന് ഒരു 4 ആളെ അറിയിക്കണ്ടേ? അതിന് വേണ്ടി ആടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ഒരു കീ, അതായത് ലോക്കറിന്റെ കീയും വാങ്ങിയിട്ട് നമ്മൾ പോയി. ലോക്കറിന്റെ കീക്ക് 400 റുപ്യാണ് കേട്ടോ ആവുന്നത് ഒരു ലോക്കറിന്. അതിൽ നമ്മൾ കീ റിട്ടേൺ കൊടുക്കുമ്പോൾ, അതായത് ആ ഒരു വാച്ച് റിട്ടേൺ കൊടുക്കുമ്പോൾ 50 രൂപ തിരിച്ചു കിട്ടും ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റൈഡിലേക്ക് പോകാൻ ഇറങ്ങി. ഞങ്ങൾ 3 ആളും സെയിം കോസ്റ്റ്യൂം, സെയിം തൊപ്പി, ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലാണ് ഇറങ്ങിയത്. ബോഡി ഗാർഡിനെല്ലാം പോലെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു ലുക്കെല്ലാം ഉണ്ട്. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ റൈഡിലും 4 ആൾക്കും ഒന്നിച്ച് കയറൽ പോസിബിൾ അല്ല. കാരണം എൻ്റെ കുഞ്ഞു ചുട്ടുമണി ഞങ്ങൾ ഒന്നിച്ചുണ്ടല്ലോ. ചെറുതിന് എന്തായാലും റൈഡിലൊന്നും കയറ്റൂല, അവൻ്റെ റൈഡ് വേറെ തന്നെയല്ലേ. അതുകൊണ്ട് ആദ്യം ഇവർ 2 ആളും കയറിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാനും ശ്രീയും കയറാന്നാണ് പ്ലാൻ. നല്ല രസമുണ്ട് ഗൈസ്. ഫസ്റ്റ് ഒന്ന് നനഞ്ഞു പോയി. അമ്മ അതിൽ കയറുന്നില്ല. സാവിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. ഇവരിതെല്ലാത്തിലും കയറുന്നുണ്ടല്ലോ, എന്നെ ഒന്നിലും കയറ്റുന്നില്ല എന്നുള്ളതിൽ. അങ്ങനെ അവനെ തൽക്കാലം ഈ ഒരു നെറ്റിൽ നമ്മൾ സോപ്പിട്ട് നിർത്തിപ്പിച്ച്. എനക്കാണെങ്കിൽ ഈ റൈഡിലെല്ലാം കയറാൻ പേടിയാണ്. കാരണം ഇതിങ്ങനെ മുകളിലോട്ട് പോയി താഴോട്ട് വരുമ്പോൾ വയറിൽ ആ ഒരു ഇത് വരാനില്ലേ, അത് എനിക്ക് പേടിയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഒന്നിലും കയറുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ഒരു റൈഡ് കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി കിളി പോയി. അതാണെങ്കിൽ മനുഷ്യനെ മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കുന്ന പോലത്തെ ഒരു സാധനവും, പിന്നെ ശ്രീന്റെ ധൈര്യവും ദീപേച്ചിന്റെ പ്രോത്സാഹനവും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ വെച്ച് എന്നാ പിന്നെ കയറാം. ഞാൻ ആദ്യം തന്നെ ഒരൊറ്റ മൈൻഡ് ചെയ്യുന്നു, നമ്മൾ ആദ്യം തന്നെ ഏറ്റവും റിസ്ക് ഉള്ള ഒരു സാധനത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് കൂളായിട്ട് തോന്നും എന്നുള്ള ഒരു മെന്റാലിറ്റി, ഒരു റീല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് വിചാരിച്ചിട്ട് കയറാം. ഇപ്പം എന്തായാലും ചാവൊന്നുമില്ലല്ലോ, എന്നാ പിന്നെ ഒന്ന് കയറിക്കളയാ, ധൈര്യം വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ അത് കയറി ഇരുന്നതാണ്. എൻ്റെ മോനെ അത് മുകളിലേക്ക് പൊന്തിയപ്പോൾ തന്നെ ഇല്ല, എൻ്റെ പകുതി ജീവൻ പോയി. നേരെ തലകുത്തനെ നിർത്തിച്ചിട്ട് ഒരു സ്റ്റെക്കാവല്. ഞാനാണെങ്കിൽ പണ്ടാരം പുല്ല് കയറി പോവുകയും ചെയ്ത് ഇനി ഒന്നും ചെയ്യാനും കഴിയില്ല. എനിക്ക് ആകെ ടെൻഷനായി പോയി അതിൻ്റെ ഉള്ളത്. നല്ല ഒച്ചപ്പാടും കൂക്കി വിളിയെല്ലാം ഉണ്ട് ഗൈസ്. പക്ഷെ ആ ഒരു സ്ഥലത്ത് മ്യൂസിക് ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. മോയിച്ചിനി ഞാൻ കുറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവള് കയറിയിട്ടില്ല കേട്ടോ. അവളാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാനും ദീപേച്ചിയും ശ്രീയുമാണ് കയറിയത്. ഇനി നമ്മൾ ആ ഒരു അലറി വിളി. പിന്നെ അങ്ങോട്ട് നടന്നിട്ടെല്ലാം മായ എന്ന് പറയുന്നതല്ല, ഞങ്ങളിങ്ങനെ മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കുന്ന പോലെ അങ്ങോട്ടൊക്കെ കറക്കലേനു ഗൈസ്. ഉള്ളിലത്തെ സാധനങ്ങളെല്ലാം പരക്കനെ മിക്സായി പോയോ എന്ന് വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തിച്ചു പോയി ഞങ്ങൾ. പക്ഷെ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ടില്ലെങ്കിൽ എനിക്കത് ഭയങ്കര നഷ്ടമായി പോയാണ്. ഈ ഒന്നിൻ്റെ അകത്ത് കയറിയത് കൊണ്ട് ബാക്കി എല്ലാ അഡ്വഞ്ചർ റൈഡിലും ഞാൻ കയറിയിന്. നമുക്ക് 2 റൈഡ് മിസ്സായി പോയിട്ടുണ്ടായിന്. അത് ഏടിയാന്ന് ഒന്നാമത് സാവി ഉള്ളതുകൊണ്ട് നമുക്ക് ടൈം ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ജാവിനെ എന്തായാലും ഒരാൾ പിടിച്ച് താഴെ നിൽക്കണമല്ലോ, മാറി മാറി കയറേണ്ടതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് 2 നല്ല കിടിലൻ അഡ്വഞ്ചർ റൈഡ് മിസ്സായി പോയിട്ടുണ്ടായിന്. അത് ഭയങ്കര വിഷമമുണ്ട് ഞങ്ങൾക്ക്. ചത്തില്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ. നമ്മൾ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ കയറിയ 2 ആൾക്കാർ ഛർദ്ദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കൊണ്ട് എനിക്കും ഛർദ്ദിക്കോ ഞാൻ എന്നുള്ള ടെൻഷനിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കൂളായിരുന്നു ഗൈസ്. കുറച്ച് തല ഒന്ന് കറങ്ങിയെങ്കിലും വേറെ പ്രശ്നമൊന്നും ഇല്ലേനു. പിന്നെ ഞാൻ തീരുമാനിച്ചു ഞാനിനി ഒന്നിലും വരുന്നില്ല, എനിക്ക് തല കറങ്ങുന്നതെല്ലാം. പക്ഷെ പിന്നെ ഓക്കെ.
ഗായ്സ് ഞാൻ ചത്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നത്. എൻ്റെ അമ്മേ, അയ്യോ നെഞ്ചുന്നില്ല, ശ്വാസം ഇപ്പോഴും താഴെ വരെ വരുന്നില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയി ഗായ്സ്. ചാവി ഭയങ്കര കരച്ചില്ല, അവനൊന്നിനും കയറ്റായിട്ട്. ഇപ്പൊ നമ്മൾ അവനെ കയറ്റാൻ വന്നു. ഇത് വെള്ളത്തിൽ കളിക്കാൻ വന്നേ മങ്ക. ഇവിടെ 1500 രൂപ കൊടുത്തിട്ട് ഞങ്ങളെ ഇങ്ങനെ കാണാനും ഞങ്ങക്ക് വീഡിയോ എടുത്ത് തരാനും വന്നത്. അങ്ങനെ അവസാനം അമ്മു ആദ്യമായിട്ട് ഒരു റൈഡിൽ കയറിയിരിക്കുന്നു. അല്ല മറ്റേ കയറിയുണ്ടല്ലേ. നമ്മൾ അടുത്ത റൈഡിൽ കയറാൻ പോകുന്നതാണ് ഗൈസ്. പിന്നെ നമ്മൾ കയറിയത് ഫ്ലാഷ് ടവറിലാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു മുകളിൽ പോയിട്ട് പെട്ടെന്ന് താഴേക്ക് ഇടുന്ന സാധനം. അത് കാണുമ്പോൾ ഭയങ്കര സ്കാരി ആയിട്ട് തോന്നും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ നമ്മളൊരു സാധനത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ പേടി തോന്നൂല ഒന്നിലും കയറാൻ വേണ്ടി. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല പേടിയായി. ഇങ്ങനെ മുകളിൽ പോയിട്ട് പെട്ടെന്ന് താഴെ ഇടില്ല എന്നല്ല. പക്ഷെ സംഭവം ഭയങ്കര കൂൾ സാധനമാണ് കേട്ടോ. എനിക്കൊന്ന് പ്രത്യേകിച്ച് ഒരു ഫീലും തോന്നിയില്ല. ഒന്ന് കൂക്കിയിട്ട് പോലും അല്ല ഞാൻ. നല്ല രസമുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ എല്ലാ വ്യൂവും കാണാൻ പറ്റും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മുകളിൽ അതിങ്ങനെ നിൽക്കും. അങ്ങനെ നല്ല രസമുണ്ടായി ആ ഒരു ഇത്. അതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഇതുപോലെ ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഇങ്ങനെ പൊന്തും താവുകയെല്ലാം ചെയ്യും. അപ്പൊ സാവിക്ക് പേടിയാവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവൻ അങ്ങനത്തെ ഒരു പ്രശ്നവും ഗൈസ്. നല്ല ധൈര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തോ ഞാൻ ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്തോളാം എന്നുള്ള ഒറ്റ മൈൻഡായിരുന്നു അവന്. നമ്മൾ മാത്രം ഇങ്ങനെ ഓരോ റൈഡിലും കയറിയാൽ അവന് ബോറടിക്കില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവനെ ഞാനിങ്ങനെ ഓരോന്നിൽ കയറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഈ ഒരു സാധനമില്ലേ, ഇത് പുതിയതാണ് കേട്ടോ. നല്ല രസമുണ്ടായി. അത് കാണാൻ എനിക്ക് കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിനി. പക്ഷേങ്കിലും സാവിനെ അപ്പുറത്ത് വേറൊരിടത്ത് കളിക്കാൻ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ടില്ല ഗൈസ്. ഈ ഒരു സാധനമില്ലേ, ഇത് അടിപൊളി കേട്ടോ. നല്ല എക്സ്പീരിയൻസ്. മുകളിലെത്തിയിട്ട് കാണാം. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഞാനും ഇവളും നമ്മൾ രണ്ടാൾ പേടിത്തോണ്ടമാരാണ്. പേടീൻ്റെ അങ്ങേ അറ്റം. പക്ഷെ എന്നെ ഇവർ ഫസ്റ്റ് തന്നെ ആ ഒരു റൈഡിൽ കയറ്റിയല്ലോ. അപ്പൊ ഞാൻ ഓക്കെ ആയി. ഇപ്പൊ എനിക്കൊന്നും ഒരു പ്രശ്നമല്ല. ഇത് പിന്നെ പ്രശ്നമേ ഇല്ല കേട്ടോ. അടിപൊളിയാണ്. ഞാൻ എന്നെ ഏച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് കയറാൻ. അല്ലെങ്കിൽ ഇവിടെ എന്തിനു വന്നേ? വാ, ഞാൻ വെള്ളത്തിൽ കളിക്കാൻ അതിൽ കയറാം. വാ, അതിൽ ഇനി ഞാനും എന്റെ തുന്തുപ്പിയും വേറെ റൈഡിൽ കയറാൻ പോകുന്നു. സാവി ഇത്ര സന്തോഷത്തിൽ ഓടുന്ന എങ്ങോട്ടേക്കാന്ന് പറയാം. താഴെ കുറേ കിഡ്സിന്റെ റൈഡ് ഉണ്ട്. കിഡ്സിന്റെ ആ ഒരു ഏരിയ തന്നെ താഴേക്കാണ് വരുന്നത്. അപ്പൊ അത് പെട്ടെന്ന് അവൻ കണ്ട്. ഇപ്പോഴാണ് അവന് കയറേണ്ട സാധനങ്ങൾ തന്നെ കണ്ടത്. അതാണ് അത്ര സന്തോഷത്തിൽ ഓടിയത്. മൂപ്പർക്ക് ട്രെയിൻ നല്ല ഇഷ്ടമാണ്. ഈ മഞ്ചാടിത്തലും ട്രെയിനില്ലേ, അതിൽ നല്ലോണം ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇതിൽ കയറ്റിയപ്പോൾ അവന് നല്ല സന്തോഷമായി. ഇനി ഞാൻ എൻ്റെ +2 ടൂറിന്റെ കാര്യം പറഞ്ഞുതരാം. 10ാം ക്ലാസ്സിന് ഓൾറെഡി നമ്മൾ ഭയങ്കര അലമ്പ് ബാച്ചാണ് കേട്ടോ. സ്കൂളിൽ എല്ലാ കുരുത്തക്കേടിലും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ടൂർ ക്യാൻസൽ ചെയ്തത്. അതുപോലെ +2 എനിക്ക് അതുപോലത്തെ ഒരു ക്ലാസ് തന്നെ കിട്ടി ഗൈസ്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു വിധി എനിക്ക് വന്നത് കഴിഞ്ഞ കൊല്ലം വരെ. അതായത് ഞങ്ങൾ +1 ഉണ്ടാവുമ്പോൾ വരെ +2 കിടിലം പോലത്തെ ടൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് +2 ഞങ്ങളെ പിള്ളേരെ അലമ്പ് എന്നെല്ലാം പറഞ്ഞ സ്റ്റേജ് കത്തിക്കല്, സ്കൂളിന്റെ ഗ്രൗണ്ടിൽ കിടന്ന് അടിയാവല്, അങ്ങനെ ഞങ്ങൾക്ക് +2 ടൂറും ഉണ്ടായിട്ടില്ല ഗൈസ്. സെൻഡ് ഓഫും ഉണ്ടായിട്ടില്ല. പക്ഷെ എത്ര അലമ്പ് ബാച്ചാന്ന് പറഞ്ഞാലും ഒരുപാട് നല്ല മെമ്മറീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ കുരുത്തം കെട്ട പിള്ളേരാന്ന് പറഞ്ഞാലും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ 10th ലൈഫ് ആയാലും +2 ആയാലും. പിന്നെ ഞാൻ ആശ്വസിക്കും, 10ാം ക്ലാസ് ഞങ്ങളെ ബേക്കൽ ഫോർട്ടിലും കൊണ്ടുപോയി. അത് ഞങ്ങൾ മീൻകുന്ന് സ്കൂൾ നല്ലതായതുകൊണ്ട്. അയ്യേ, ഈ ചട്ടഞ്ചേല എന്തൊരു ലാച്ചാറ് സ്കൂളാന്നുള്ള ഞാൻ ചിന്തിക്കലുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ +2 സ്കൂൾ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അത് വിട്. പിന്നെ ഇപ്പോൾ ഒരു ചേച്ചി സാവിനെ കളിപ്പിക്കുന്നുണ്ടായിട്ടില്ല. ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു 3Dയിലും കിഡ്സിനെ കയറ്റൂല. അപ്പം നിങ്ങൾ വേഗം പോയിട്ട്, അതിലും പുതിയ റൈഡാണ് കേട്ടോ വണ്ടർലേത്തെ. അപ്പോൾ വേഗം അതിലെല്ലാം പോയിട്ട് കയറിയിട്ട് വാ, അവനെ ഞാനൊരു 10-15 മിനിറ്റ് നോക്കിക്കോളാന്ന് പറഞ്ഞു. നല്ല തങ്കം പോലത്തെ ചേച്ചി. അങ്ങനെ സാവിനെ ആ ചേച്ചീൻ്റെ അടുത്താക്കി. അവിടെ കുറേ റൈഡ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ വന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ടാ. ഇത് നല്ല രസമായിരുന്നു. ചിരിച്ച് ചത്തിനെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ചിരിച്ചാടി മറിയലേനു ഗൈസ് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ അതിൽ ഇറങ്ങി നമ്മൾ 3Dന്റെ കാണും. 3D അല്ല 7Dയോ അങ്ങനെ എന്തോ ആണ് ഗൈസ്. ഇത് ഇന്റർസ്റ്റെല്ലറോ അങ്ങനെ എന്തോ ആണ് ഈ ഒരു റൈഡിന്റെ പേരുണ്ടായത്. എനിക്ക് സത്യമായിട്ടും ഓർമ്മയില്ല. പക്ഷെ സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. സ്പേസിന്റെ അടിപൊളിയായിരുന്നു ഗൈസ്. 3D നല്ല രസമുണ്ടായിരുന്നു. നല്ല എങ്ങനെയുണ്ട്? അടിപൊളി. സാവിനെ ഞാനില്ലേ അവിടെ ഒരു ചേച്ചീനെ എടുത്ത് നോക്കാനാക്കിന്. കാരണം 3Dയിൽ പിള്ളേരെ കയറ്റൂല പറഞ്ഞിട്ട് നമുക്കിപ്പോൾ സാവിനെ കൂട്ടിയിട്ട് വരാം ഗൈസ്. സാവിനെ കൂട്ടിയിട്ട് അമ്മുവും ദീപേച്ചിയും കൂടി വാട്ടർ റൈഡ് ഓപ്പൺ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നെ ചെറുതിന് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ. അങ്ങനെ നമ്മൾ അവനെയും കൊണ്ട് നേരെ ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ടോ. ഞാൻ ഈ ഒരു 5-in-1 കോംബോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ബിരിയാണിയും പിന്നെ ഇതുപോലൊരു കൊക്കോളേൻ്റെ ഒരു ഇതും
അങ്ങനെ ഉള്ളൊരു ഫുഡ്. അങ്ങനെ ജാവി പകുതി തിന്ന് ഞാനും ശ്രീയിൽ എങ്ങനെയല്ലോ വാരി തിന്നിട്ട് നമ്മൾ വാട്ടർ റൈഡിന് അങ്ങോട്ടേക്ക് ഓടി. ഞാനാണെങ്കിൽ ഒരു കോട്ടൺ ആ ഒരു ടൈപ്പിൽ ബനിയൻ ടൈപ്പിൽ വരുന്ന ഒരു പാൻറ്റാണ് ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ അത് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി അവിടെ നിന്ന് 200 റുപ്യക്ക് പുറത്തുനിന്ന് 80 റുപ്യക്ക് എന്നോട് ട്രൗസർ വേണോ എന്ന് ചോദിച്ചിട്ട് ഒരേട്ടൻ നടന്നിന് ഗൈസ്. വേണ്ടാന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. 200 റുപ്യക്ക് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങേണ്ടി വന്നിട്ട്. വാട്ടർ റൈഡ് എല്ലാം അടിപൊളിയായിരുന്നു. ഒരു വേവ് പൂളും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ജാവി നല്ലോണം എൻജോയ് ചെയ്തിന്. നമ്മളെല്ലാവരും എല്ലാ റൈഡിലും കയറി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിന്. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ വീഡിയോസ് കുറേ ക്ലിപ്സ് ഒന്നും പ്രതീക്ഷിക്കരുത് ഗൈസ്. കാരണം നമ്മളില്ലേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത് ഫോക്കസ് ചെയ്ത് നിന്ന് പോകും എവിടെയെങ്കിലും ഒരിടത്ത്. അതുകൊണ്ട് കുറച്ചെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ട് ബാക്കി അങ്ങോട്ടേക്ക് ഞാൻ എൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യാനാണ് കൂടുതൽ ശ്രമിച്ചത്. ഇതൊരു കുഞ്ഞു വാട്ടർ റൈഡാണ്. പിന്നെ ഇവിടെ വേവ് പൂൾ വരുന്നത്. പിന്നെ അപ്പുറത്താണ് റൈഡും കാര്യങ്ങളെല്ലാം. എനിക്ക് സത്യം പറഞ്ഞാൽ ചാർജും ഇല്ല, വീഡിയോ എടുക്കാൻ ടൈമും ഇല്ല. പിന്നെയും നമ്മൾ ഇതുപോലെ തന്നെ ജാവീന് ആദ്യം ദീപേച്ചിനെയിൽ കൊടുക്കും, ഞാനും ചെറിയും കയറി ഇറങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിടിക്കും, അവർ പോവും. അങ്ങനെ മാറി പിടിച്ചിട്ടാണ് നമ്മൾ ഓരോ റൈഡിലും കയറിയത് കേട്ടോ. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് പകുതി ടൈം മിസ്സായി പോയി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് വരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നാമത് അവർ പെട്ടെന്ന് ടയേർഡാവും, നമുക്കാണെങ്കിൽ വിചാരിച്ച പോലെ എൻജോയ് ചെയ്യാനും പറ്റൂല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ ഒരു സാധനത്തിൻ്റെ അത് ഇരുന്നിട്ട് നമുക്ക് കോമഡി ഉണ്ട് കൈ. സൈഡ് പറയുന്നത് എനിക്കൊന്നും ഇരുന്നില്ല, ഞാൻ പറയുന്ന ഏട്ടനും തിരുന്നില്ല. ഞാൻ ഒന്നാമത് ജാവിക്ക് ഉറക്കം വന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് എന്തെല്ലോ കളി കളിച്ചിട്ട് ഞാനൊരു ഷൊണ്ണ തന്നെ ഗൈസ്. അങ്ങനെ ഞാൻ ആ ഒരു റൈഡും കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ കുറേ റൈഡിൽ കയറിന് കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവസാനം ആ ഒരു റീകോയിൽ എന്ന് പറഞ്ഞ സാധനമല്ലേ, അതായത് നമ്മൾ വാട്ടർ റൈഡ് കഴിഞ്ഞ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ആ ഒരു റീകോയിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. എൻ്റെ മോനെ തീ. അതിൽ ഞാൻ കയറാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കുറേ റൈഡ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർ റൈഡ് ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഓടിയിട്ട് അപ്പോൾ അതിൽ കയറണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു എനിക്കും ദീപേച്ചിക്കും. അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്തിട്ട് 6 മണിക്കെല്ലാം ക്ലോസിംഗ് ആണ് ഗൈസ്. 5:45 നമ്മൾ അതിൻ്റെ താഴെ എത്തുന്നത്. എന്നിട്ട് അങ്ങനെ കയറിയതാണ്. അതിൻ്റെ അകത്ത് എൻ്റെ മോനെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈഫിൽ വലിയ നഷ്ടമെന്ന് ഞാൻ പറയും. തലേത് തീ പറയുന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ ഒരു റൈഡ്. അത്രയോ പേടിയുള്ള ഞാനില്ലേ അതിൻ്റെ അകത്തും കുറെ കയറിയപ്പോലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നോട് പ്രൗഡ് മൊമെന്റ് ആയി ഗൈസ്. ഇത്രയും റിസ്ക് ഉള്ള ഒരു റൈഡിൽ ഞാൻ കയറിയില്ലേ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു വണ്ടർലാ ജേണി അടിപൊളിയായിരുന്നു. 2 റൈഡിൽ നമുക്ക് കയറാൻ പറ്റിയില്ല. അത് എനക്കും ശ്രീക്കും ദീപേച്ചിക്കും ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. ഇനി ഒന്നും കൂടി വണ്ടർലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നതും ആ 2 റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ആകാശത്തൊട്ടിലും കയറിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അത് ആള് ഫുള്ളായാലേ അവർ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് അത് 2 ദിവസമായിട്ട് അന്നത്തെ ദിവസം കറങ്ങിയിട്ടും ഉണ്ടായിട്ടുള്ളൂ. കാരണം നമ്മൾ തിങ്കളാഴ്ചയാണ് പോയത്. സ്കൂൾ കുട്ടികളെല്ലാം അങ്ങനെ കുറേ ഭയങ്കര ക്രൗഡ് ഉണ്ടായിട്ടില്ല. പിന്നീട് വണ്ടർലയിൽ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്നുണ്ടപ്പോൾ ഞാൻ വെച്ച് ചെറിയ പൈസ ആയിരിക്കും എന്ന് വെച്ചിട്ട് അവരെല്ലാവരും ഫോട്ടോ എടുക്കും. നമ്മളെ പെർമിഷൻ ഇല്ലാണ്ട് തന്നെ അവർ ഫോട്ടോ എല്ലാം എടുക്കും. എന്നിട്ട് ലാസ്റ്റ് കൗണ്ടറിൽ പോയിട്ട് എക്സിറ്റിൻ്റെ കൗണ്ടറിൽ പോയിട്ട് വാങ്ങണം എന്ന് പറയും ഫോട്ടോ. നമ്മൾ വെച്ച് ചെറിയ പൈസ ആയിരിക്കും. നാടെ പോയി ചോദിക്കുമ്പോഴൊക്കെ ഒരു ഫോട്ടോന് 200 റുപ്യ. എല്ലാ ഫോട്ടോ കൂടി ഒന്നിച്ച് തരണമെങ്കിൽ 1000 റുപ്യം. അങ്ങനെ ഞങ്ങൾ വേണ്ട കേട്ടോ ഞങ്ങൾ പോയിക്കോളാർട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ രാമേശ്വരം കഫേയിൽ വന്നിട്ട് ഫുഡും കഴിച്ചിട്ട് റൂമിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മൾ അന്നത്തെ ഒരു വണ്ടർലാ ഡേ ഉണ്ടായത് കേട്ടോ. നമ്മൾ പോവും വരികയെല്ലാം ചെയ്തത് സ്കൂട്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂർ ജേണിയാണ് ഉണ്ടായത്. നമ്മൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഉണ്ടായത്. അന്നത്തെ ഒരു ദിവസം നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ പോലെ ആയതുപോലെ തോന്നി. ഓടി ഓരോ റൈഡിൽ കയറുന്നതും അങ്ങനെ ഇങ്ങനെയെല്ലാം ആലോചിച്ചിട്ട്. എന്തായാലും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ചെയ്യണം. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.